ഇന്നത്തെ റെസിപ്പി അച്ചിങ്ങ ചക്കക്കുരു മസാല. ഈസിയാണ്, ടേസ്റ്റിയാണ്. വെൽക്കം ടു ഡെന്നസ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം നോക്കാം. 1 ടേബിൾ സ്പൂണോളം ഉഴുമല്ലി ഇടുന്നുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളിത് വറുത്ത കപ്പലണ്ടിയാണ് കേട്ടോ, അതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂണോളം തേങ്ങ ചിരണ്ടിയത് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മളാദ്യം വറുത്തെടുക്കുന്നില്ല കേട്ടോ, ആ ഒരു എന്താ പറയുക നനവൊന്ന് പോവുക വേണ്ടോ. ഇത് നമ്മളാദ്യം ഇങ്ങനെ മൊരിയിച്ചൊന്നും എടുക്കുന്നില്ല, ഇതിൻ്റെ ഒപ്പം ഒന്ന് ചൂടാവുക വേണ്ടോ. ആ തേങ്ങയുടെ വെള്ളം പോയി കഴിയുമ്പോൾ നമ്മൾ ഉണക്കമുളക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് കൂളാവുമ്പോൾ അരച്ചെടുക്കണം. എല്ലാം ചൂടായിട്ടുണ്ട്, തേങ്ങയും നല്ലോണം അതിൻ്റെ ആ നനവൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതൊന്ന് സ്റ്റവ് ഓഫ് ചെയ്തിടാം, ഒന്ന് ചൂടാറട്ടെ കേട്ടോ. ഇനി നമ്മളൊരു പ്രഷർ പാൻ എടുക്കുന്നുണ്ട്. അതിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുന്നത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു പിടി ചക്കക്കുരു അരിഞ്ഞിടുന്നുണ്ട്. ഇത് നമ്മുടെ എന്താ പറയുക പയർ അല്ലെങ്കിൽ അച്ചിങ്ങ, അത് ആഡ് ചെയ്യുന്നുണ്ട്. ഇത്തിരി മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് മുളക് പൊടി ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. നമ്മൾ പച്ചമുളകാണ് കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നത് എരിവിന്. അപ്പോൾ ഒരു നുള്ള് മുളക് പൊടി, 2 വേപ്പിൻ്റെ ഇല കീറിയിടുന്നുണ്ട്. ഇനി കറിക്ക് ആവശ്യമുള്ള ഉപ്പിടുന്നുണ്ട്. അതൊന്ന് തിരുമ്പി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇതൊന്ന് വേവിച്ചെടുക്കുമ്പോഴേക്കും നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കാം. ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ട് വരട്ടെ കേട്ടോ. ഇത് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. പ്രഷർ പോയിട്ടുണ്ട്, നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്കൊരു മസാല ഉണ്ടാക്കണം. ഇതെവിടെ ഇരിക്കട്ടെ. സെയിം പാൻ എടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി എണ്ണ ചൂടാകുമ്പോൾ ആദ്യം ഇച്ചിരി ജീരകം, ഇത് ഓപ്ഷണലാണ്, നമുക്ക് ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. അത് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ വെളുത്തുള്ളി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. നമ്മളൊന്ന് സ്റ്റവ് കുറച്ച് വെക്കുന്നുണ്ട്. വെളുത്തുള്ളി ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നമ്മുടെ എരിവ് അനുസരിച്ച്, ഇപ്പോൾ ഞാൻ ഇതിൽ 4 പച്ചമുളക് എടുത്തേക്കുന്നത്. എരിവ് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ കൂടുതലെടുക്കാം. കുറച്ച് വേപ്പിൻ്റെ ഇല ഇടുന്നുണ്ട്. ഇനി അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഇതിൽ തക്കാളി ആഡ് ചെയ്യാൻ പോകുന്നു കേട്ടോ. നമ്മൾ ഈ തക്കാളി ഒന്ന് വേവണ വരയ്ക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊരു സെമി ഗ്രേവി ഡിഷാണ് കേട്ടോ, നമുക്ക് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. തക്കാളിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ വേറെ നമ്മൾ മസാലാസ് വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ആ അരച്ച ഡ്രൈ റോസ്റ്റ് ചെയ്ത പൗഡർ ഉണ്ടല്ലോ, അത് മാത്രമേ ഇനി ആഡ് ചെയ്യുള്ളൂ. ഇനി ഇതൊന്ന് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതൊന്ന് ഹൈ ഫ്ലെയിം വെച്ച് ഒന്ന് ഇപ്പോൾ ഇതൊക്കെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ഈ പൊടി ചേർക്കാൻ പോകുന്നു. ഇനി മിക്സി ജാറൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ എടുക്കാം, പക്ഷെ കൂടുതൽ ടേസ്റ്റ് ഒരു ഇച്ചിരി ഗ്രേവി ആയിട്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇനി അതൊന്ന് തിളച്ച് വന്നോട്ടെ. ഞാൻ ഇച്ചിരി മല്ലിയില, ഇത് ഓപ്ഷണൽ, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഇനി ഇതൊന്ന് ക്ലോസ് ചെയ്ത് വേവിക്കാം. ഒന്ന് ക്ലോസ് ചെയ്ത് അതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ ഒന്ന് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. ജസ്റ്റ് ഒരു മിനിറ്റ്. നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്.
നമ്മുടെ ഡിഷ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കുക്ക് വിത്ത് ലവ് ആൻഡ് കെയർ. ബൈ, ടേക്ക് കെയർ.